ഈ സീസണിലെ IPL ക്രിക്കറ്റ് പ്രേമികളെ ഏറ്റവും അധികം ഞെട്ടിച്ചിരിക്കുന്നത് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വൻ വീഴ്ചയാണ്. സീസൺ പകുതിയിലെത്തി നിൽക്കവേ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണുള്ളത്. ഇത്രയും വലിയൊരു ദുരന്തം ചെന്നൈക്ക് ഇത്തവണ നേരിടേണ്ടി വരുമെന്നും ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. 7 മത്സരങ്ങളിൽ വെറും 2 വിജയങ്ങൾ മാത്രമേ CSKയ്ക്ക് നേടാനായുള്ളൂ. ശേഷിച്ച 5നും തോൽവിയായിരുന്നു ഫലം. എൽ ക്ലാസിക്കോയിൽ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തിയാണ് സീസണിന് ചെന്നൈ തുടക്കമിട്ടത്. എന്നാൽ ശേഷിച്ച 5 കളിയും തോറ്റു വീണ് അവർ തകർന്നടിഞ്ഞു. ഒടുവിൽ 7ാമത്തെ കളിയിലാണ് ചെന്നൈ ജയിച്ചു കയറിയത്. ഈ സീസണിൽ ഇനി ചെന്നൈ പ്ലേ ഓഫിൽ എത്തില്ലെന്നും കിരീടം നേടില്ലെന്നും ഉറപ്പിക്കാൻ വരട്ടെ. പകരക്കാരനായി സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് താരം ഡെവാൾഡ് ബ്രെവിസിനെ കൊണ്ടുവന്നതോടെ ചെന്നൈയുടെ സമയം തെളിഞ്ഞതായി പറയേണ്ടി വരും. ഇത്തവണ കപ്പും അവർ സ്വന്തമാക്കിയേക്കും. ഇതിന്റെ കാരണം എന്താണെന്നറിയാം. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് 2010-ലെ IPL സീസണിന്റെ റീപ്ലേ ആണ് ഇത്തവണത്തേതെന്ന് പറയേണ്ടി വരും. കാരണം അന്ന് സംഭവിച്ച കാര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ ചെന്നൈ കടന്നു പോകുന്നത്. MS ധോണിക്ക് കീഴിലാണ് അന്ന് CSK കിരീടമുയർത്തിയത്. ഇത്തവണ സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് പിന്മാറിയതോടെ അവരെ നയിക്കുന്നതും ധോണി തന്നെയാണ്. 2010-ലെ IPL-ൽ ആദ്യത്തെ 7 മത്സരങ്ങളിൽ വെറും 2 വിജയം മാത്രമേ ചെന്നൈക്ക് നേടാനായുള്ളൂ. ശേഷിച്ച 5നും തോൽവിയായിരുന്നു ഫലം. ഈ സീസണിലും ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യ 7 കളിയിൽ 2 ജയം മാത്രമേ ചെന്നൈയുടെ അക്കൗണ്ടിലുള്ളൂ. അന്ന് സീസണിന്റെ പകുതിയിൽ വെച്ച് സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബൗളർ ഡഗ് ബെല്ലിങ്ങിനെ പകരക്കാരനായി ചെന്നൈ സ്വന്തം കൂടാരത്തിൽ എത്തിച്ചിരുന്നു. ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുകയാണ്. മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ താരം ഡെവാൾഡ് ബ്രെവിസിനെ പകരക്കാരനായി ചെന്നൈ ടീമിൽ എത്തിച്ചു കഴിഞ്ഞു. 2010-ൽ ബെല്ലിങ്ങർ പകരക്കാരനായി എത്തി ഭാഗ്യം കൊണ്ടുവന്നതുപോലെ ഇത്തവണ ബ്രെവിസിനും ഇത് സംഭവിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബെല്ലിങ്ങറുടെയും ബ്രെവിസിന്റെയും പേരുകൾ തമ്മിലും രസകരമായ സാമ്യമുണ്ട്. ഡെഗ് ബെല്ലിങ്ങർ എന്നത് ചുരുക്കിയാൽ DB എന്നാണെങ്കിൽ ഡെവാൾഡ് ബ്രെവിസിന്റെ ചുരുക്കപ്പേരും DB തന്നെ. ഇതും ചെന്നൈയുടെ കിരീട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2010-ൽ ആദ്യത്തെ 7 മത്സരങ്ങളിലും 2 എണ്ണം മാത്രം ജയിച്ച ചെന്നൈ അതിനുശേഷമുള്ള 7 കളികളിൽ 5ഉം ജയിച്ചാണ് പ്ലേ ഓഫിലേക്ക് കുതിച്ചത്. പോയിന്റ് പട്ടികയിൽ അന്ന് ചെന്നൈ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയായിരുന്നു. 7 വീതം ജയവും തോൽവിയുമാണ് 14 മത്സരങ്ങളിൽ അവർക്ക് നേടാനായത്. അന്ന് സെമി ഫൈനൽ, ഫൈനൽ എന്ന രീതിയിലായിരുന്നു ടൂർണമെന്റിന്റെ ഫോർമാറ്റ്. സെമി ഡെക്കാൻ ചാർജേഴ്സ് ആയിരുന്നു ചെന്നൈയുടെ എതിരാളികൾ. 38 റൺസിന്റെ ജയവുമായി അവർ ഫൈനലിലേക്ക് മുന്നേറി. കലാശക്കളിയിൽ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു CSKയുടെ എതിരാളികൾ. മുംബൈ 22 റൺസിന് വീഴ്ത്തി ചെന്നൈ കന്നി IPL കിരീടത്തിൽ മുത്തമിടുകയുമായിരുന്നു.